പൊതുവേ നിങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഭക്തിയായി എന്നാണ്. പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചാൽ, ചന്ദനത്തിരി കൊളുത്തി പ്രാർത്ഥിച്ചാൽ ഭക്തിയായി എന്നാണ്. ആദ്യം പഠിക്കേണ്ടത് അമ്പലവും ഭക്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അമ്പലം ഭക്തിയിൽ ഒരു ബന്ധവുമില്ല. ഇത് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാക്കിയതാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു അമ്പലമായിട്ടോ ഭക്തി എന്ന് പറയുന്നത് പൂജാമുറിയായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. ഇത് നമ്മൾ കുട്ടികളുടെ തലയിൽ വെക്കരുത്. മനസ്സിലായില്ല? ഇതാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമ്പലത്തിൽ പോയാൽ ഭക്തി ഉണ്ടാവണമെന്നുമില്ല. അപ്പം ഭക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ അനുഷ്ഠാനത്തിലുള്ള ശക്തിയാണ്, ആസക്തിയാണ് ഭക്തി. മനസ്സിന് അനുഷ്ഠാനത്തിലുള്ള ആസക്തിയാണ് ഇത്. ആസക്തി ഉണ്ടാവുക. അപ്പം മൊബൈലിനോട് ആസക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആസക്തി എന്ന് പറഞ്ഞാൽ അതിനോടൊരു പ്രിയമുണ്ടാവുക, ഇഷ്ടമുണ്ടാവുക, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവുക. ഏതിനോട്? ഒരു അനുഷ്ഠാനം ചെയ്യാനുള്ള ഒരു അഡിക്ഷൻ. അതായത് ഇഷ്ടത്തോടെ, പ്രിയത്തോടെ, ലയത്തോടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടക്കാനുള്ള ഒരാളുടെ ജീവിതചര്യയുടെ പേരാണ് എന്ത്? ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ അമ്പലത്തിൽ ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, സത്യത്തിലില്ല. പൂജാമുറിയിൽ ചോദിച്ചാൽ ഒട്ടുമില്ല. അപ്പം പൂജാമുറിയും അമ്പലമായിട്ടൊന്നും ഭക്തിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്തിനാണ് ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്? അവിടെ കുറേയും കൂടി വീട്ടിൽ ഇല്ലാത്തൊരു അന്തരീക്ഷം അവിടെ കിട്ടുന്നത് കൊണ്ട് കുറേ കൂടി മനസ്സിനെ എളുപ്പത്തിൽ ഒരനുഷ്ഠാനത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം തരാൻ പൂജാമുറിക്കും ക്ഷേത്രത്തിനും തരുന്ന രീതിയിലാണെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അല്ലാതെ നിങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതു പോയാൽ ഒരു ഭക്തി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ലയമാണ് ഭക്തി. ഗീതയിൽ 12-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ ഭക്തിയെ കൃഷ്ണൻ നിർവചിച്ചിട്ടുണ്ട്. ഇത് നമ്മളാരും പഠിച്ചിട്ടില്ല. അതാണ് നിങ്ങളൊക്കെ ഈ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ട് തൊഴിയിക്കുന്ന ആ ഒരു രീതി മാത്രം തുടർന്നത്. എന്നിട്ട് നിങ്ങൾ പറയും ഇത്രയൊക്കെ തൊഴുതിട്ട് എന്തേ പടച്ചവൻ നോക്കാത്തതെന്ന്. ആര് പറഞ്ഞു പടച്ചവൻ നോക്കുന്നുള്ളത്? ഇത് നിങ്ങൾ പൊട്ടത്തരം പഠിപ്പിച്ചിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെയൊന്നും ഒരു പടച്ചവൻ നോക്കാമെന്ന് എഗ്രിമെൻ്റ് എടുത്തിട്ടില്ല. വിഡ്ഢിത്തരങ്ങൾ പഠിപ്പിച്ചു വെച്ചു കുട്ടികളെ. അപ്പോൾ അമ്പലത്തിൽ പോയി ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ഗുരുവായൂർ കൊണ്ട് തൊഴിക്കും. എവിടെ കൊണ്ട് തൊഴിച്ചാലും ഭക്തി ഉണ്ടാവില്ല. ഉള്ളിൽ തുറന്ന് പറയണേ, നിങ്ങൾക്ക് വിഷമം തോന്നരുത്. എവിടെ കൊണ്ട് തൊഴിച്ചിട്ടും കാര്യമില്ല. കാരണം തൊഴുന്നതല്ല ഭക്തി. പിന്നെ എന്താണ് ഭക്തി? നിങ്ങൾ നോക്കൂ, 12-ാം അധ്യായത്തിൽ 14-ാം ശ്ലോകത്തിൽ 12-ൽ 14-ൽ കൃഷ്ണൻ ഭക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സന്തുഷ്ട സതതം. എന്ത് വേണം? മനസ്സിലൊരു സന്തുഷ്ടി വേണം. സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയം. ഒരു കാര്യം ചെയ്യുന്നതിൽ എന്ത് വേണം? ദൃഢത വേണം. അല്ലാതെ ആർക്കോ വേണ്ടി അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? മൈ അർപ്പിത മനോബുദ്ധി എന്നാണ്. മനസ്സും ബുദ്ധിയും അർപ്പിക്കുന്നതിലാണ് ഭക്തി. മദ്ഭക്ത, അവരാണ് ഭക്ത. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാലും പൂജാമുറി പോയാലും കുറച്ചു നേരം നാമസ്മരണത്തിൽ മനസ്സിനെ ഉറപ്പിക്കാനും അർപ്പിക്കാനും ലയിപ്പിക്കാനും സാധിക്കുന്നില്ലെങ്കിൽ എന്താവില്ല? ഭക്തിയാവില്ല. അപ്പം ഭക്തി എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ നാമലയമാണ് ഭക്തി എന്ന് അർത്ഥമെടുക്കണം. എന്താണ് ഭക്തി? മനസ്സിനെ നാമത്തിൽ ലയിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ്. അതിന് അമ്പലം വേണമെന്നില്ല. വീട്ടിലിരുന്ന് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ലയിപ്പിക്കാം. അതാണ് കൃഷ്ണൻ പറഞ്ഞത് സർവേഷു കാലേഷു മാം അനുസ്മര. ഗീതയിൽ 8-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ പറയും, 8-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിൽ പറയും തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര എന്നാണ്. സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സമയത്തും ഏത് ദേശത്തും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ എന്നിൽ അർപ്പിക്കാൻ സാധിക്കും.
മനസ്സിലായില്ലേ? ഇപ്പോൾ ഹിന്ദുക്കൾ കുട്ടികളെ വഴിതെറ്റിച്ചത് എങ്ങനെയാണ്? അമ്പലത്തിലാണ് ദൈവം, അമ്പലത്തിലാണ് ഭക്തി എന്നുള്ളതാണ്. ഇത് രണ്ടും മാറ്റി പറയണം. അമ്പലത്തിലും അല്ല ദൈവം, അമ്പലത്തിലും അല്ല ഭക്തി. അങ്ങനെ അമ്പലത്തിലാണ് ദൈവം എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾ വഴിതെറ്റിക്കുകയാണ്. ദൈവം എന്ന് പറയുന്നത് ഹൃദ്ദേശേ തിഷ്ഠതി, അത് ഉറപ്പിക്കണം. ആത്മാ ഈശ്വരോ, ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഇതാണ് ഗുരുക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈശ്വരനെ എവിടെ കാണണം? ഭഗവാനെ എവിടെ കാണണം? 5-ാം സ്കന്ധം എടുക്കുക. നിങ്ങളതിൽ ഫസ്റ്റ് വോളിയം ഉണ്ടെങ്കിൽ, ഗീതയല്ല ഭാഗവതം, ഭാഗവതം 5-ാം സ്കന്ധം എടുക്കുക. 5-ാം സ്കന്ധം എടുക്കുക. 5-ാം സ്കന്ധത്തിൽ 18-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം എടുക്കുക. 5-ാം സ്കന്ധം, 5-ാം സ്കന്ധം ഭാഗവതം 18-ാമത് അധ്യായം 13-ാം ശ്ലോകം, 12-13 ശ്ലോകം. ഇതൊക്കെ പഠിക്കണം. വല്ല വിവരമൊക്കെ ഉണ്ടാവണം, എന്നാലേ പഠിച്ചാലേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ പൊട്ടന്മാരെ പോലെ ഇരുന്ന് നമ്മൾ ഭാഗവതം കേട്ടതുകൊണ്ടോ അമ്പലത്തിൽ പോയതുകൊണ്ടോ ഒന്നും നേരെയാവില്ല. ഉള്ളു തുറന്നു പറയുക. വെറുതെ സമയം കളയരുത്. നിങ്ങൾ വല്ലത് വിവരം വെച്ച് അതിനനുസരിച്ച് നിങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. അറ്റ്ലീസ്റ്റ് പ്രായം കൂടി വരുമ്പോഴെങ്കിലും നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, വളരെ വ്യക്തതയുണ്ടാകും. നമ്മുടെ തലയ്ക്കകത്ത് സോ ക്ലിയറായിരിക്കും കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഈ ക്ലാരിറ്റി ഇല്ലാതെ പോകുമ്പോഴാണ് കുറേ കഴിഞ്ഞാൽ ജീവിതം മടുപ്പും വിരസതയും ഒക്കെയും മാറുന്നത്. മനസ്സിലാവുണ്ടോ? ഇത് നിങ്ങൾ ഒറ്റപ്പെട്ടാലും അസുഖം വന്നാലും നിങ്ങൾക്കൊരു വിഷമമില്ല. കാരണം മൈൻഡിനെ നിങ്ങൾ വേറൊരു കാര്യത്തിൽ അങ്ങനെ ലയിപ്പിച്ചും രമിപ്പിച്ചും രസിപ്പിച്ചും നിങ്ങൾ ആ പവർ നേടിയിട്ടുണ്ടാവും. ഭീഷ്മാചാര്യരെ പോലെ ശരശയിൽ കിടക്കുമ്പോഴും നാമജപത്തിൻ്റെ ആസ്വാദനത്തിൽ ലോകം മറന്ന്, രോഗം മറന്ന്, ജീവിതം മറന്ന് ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ സാധിക്കണം. വേണ്ടേ? അല്ലാതെ ഇപ്പം നമ്മൾ കണക്കുകൂട്ടലാണ്. ആരോഗ്യം എന്നും ഉണ്ടാവും, കുടുംബം എന്നും ഉണ്ടാവും, സമ്പത്ത് എന്നും ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്. കാലാവസ്ഥ തന്നെ നോക്കൂ, 2 ദിവസം കൊണ്ട് മാറി. ഈ ഏപ്രിൽ ചൂട് കാലത്ത് എങ്ങനെ മഴ പെയ്യും? മനസ്സിലായില്ലേ? ഇത്രയുള്ള കാര്യം. ഇനി ഇത് കുലുങ്ങാതിരിക്കുന്നത് എന്തോ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയും. ഇതെപ്പം കുലുങ്ങുന്നു നമുക്കറിയില്ല. ഒരു നിമിഷം കൊണ്ടത് കുലുങ്ങി തീർക്കാവുന്നതുള്ളൂ ഭൂമിക്ക്, അല്ലേ? ആകാശത്തിൽ ഉരുണ്ട് ആകാശത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സാധനത്തിൻ്റെ മുകളിലാണ് നമ്മൾ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ സാധനം ഇങ്ങനെ ഉരുണ്ടതാണെന്നും ആ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും വല്ല ബോധമുണ്ടോ? അതിൻ്റെ ആ കറക്കത്തിലൊന്ന് മാറി, ദിശ മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഗതി മാറിയില്ലേ? എന്തോ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ. ഈ സർക്കസ് ഈ ചില ഉത്സവപ്പറമ്പിലൊക്കെ കാണും. നമ്മുടെ ഇവിടെ ഇത്തിരി കുറവാണ്. ഈ നോർത്തിലുള്ള ഈ പാവം കുട്ടികൾ, ഈ നാടോടി കുട്ടികൾ, ഈ ചില സമയത്ത് ബോംബെ സ്ട്രീറ്റിൽ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇവൺ ഉത്സവ സ്ഥലത്ത്, അതായത് ഒരു നീളത്തിലുള്ള കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മുകളിൽ കൂടെ അത് നടന്നും മറ്റും അഭ്യാസം കളിക്കും. കയറിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ 2 കാലുകളൊക്കെ കൊടുത്ത് ഒരു സ്ട്രിങ്, ഒരു കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മുകളിൽ കയറി ചിലപ്പം കയ്യിൽ വല്ല വളയൊക്കെ വെച്ചിട്ട് അഭ്യാസങ്ങൾ ആ കയറിൻ്റെ മുകളിൽ ഒറ്റക്കാലിൽ നിന്നിട്ടും ഒരു വിരലിൽ നിന്നിട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ അഭ്യാസം കൊച്ചുകുട്ടികൾ. താഴെ അതിൻ്റെ അച്ഛനോ അമ്മയോ കുണ്ടും എന്നൊക്കെ അടിച്ചിട്ട് എന്നിട്ട് 10 രൂപ പാവം അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ. അപ്പോൾ ഞാനിത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട്, ഞാനിത് ഓർക്കാറുണ്ട്. ഇതുപോലെ ഭൂമി കറങ്ങുന്ന ഭൂമിയുടെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ അഭ്യാസം കളിക്കുന്നത്. ഇതെപ്പോഴെല്ലാം കൂടി കുരുങ്ങി താഴെ വീഴുക എന്നുള്ളൊരു പിടിയില്ല. അതിങ്ങനെ ബാലൻസ് ചെയ്ത് ആ സർക്കസിലെ പെണ്ണ് ഇരിക്കുന്ന പോലെ എന്തോ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് പോകണമെന്ന് മാത്രം. ആണോ? എന്തോ ഒന്നും മിണ്ടാത്തത്. ഇത് ആർക്കുറപ്പുണ്ട് ഇതിവിടെ പെർമനൻ്റായിട്ട് നിൽക്കുന്നുള്ളത്? ആർക്കുറപ്പുണ്ട്? ഒരാൾക്കും ധൈര്യം പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു ശാസ്ത്രജ്ഞന് പറഞ്ഞു തരാൻ പറ്റുമോ? നോക്കൂ, ഇപ്പോൾ ഇന്നലെയൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന ഏതെങ്കിലും പത്രത്തിൽ പ്രവചനമുണ്ടോ? പറയൂ, ആർക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ട്? ഒന്നും പ്രപഞ്ചത്തെക്കുറിച്ച് ഇപ്പോഴും റിച്ചാർഡ് സ്കെയിൽ ഇത്രയും ഭൂകമ്പം ഉണ്ടാവുന്നു. പാവം മ്യാൻമറിലും കുറേ ആൾക്കാർ മരിച്ചില്ലേ? ആരിവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്? അവൻ ശാസ്ത്രലോകത്തിന് തന്നെ മുഴുവൻ ഇപ്പോഴും കണ്ടെത്താൻ
പറ്റിയിട്ടില്ല. ഇത്രയൊക്കെ മരുന്നും ഇത്രയൊക്കെ സംവിധാനങ്ങളും ഉണ്ടായിട്ടും മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ എവിടെയാണ് പറ്റുന്നത്? വന്നു കഴിഞ്ഞാൽ വന്നു അനുഭവിക്കന്നെ. അപ്പം എന്നതുപോലെ നമ്മൾ അന്ധമായൊരു ജീവിതം നയിക്കരുത്. ഒന്നും വരില്ല, ദൈവം എനിക്ക് കുഴപ്പമൊന്നും തരില്ല, അതല്ല ജീവിതം. കുട്ടികളെയൊക്കെ നിങ്ങളങ്ങനെ വളർത്തുകയാണ്, അതാ പ്രശ്നം. നമ്മൾ വളർത്തേണ്ടത് എന്ത് വന്നാലും അത് മറികടക്കാനുള്ളൊരു കരുത്തെനിക്ക് വേണം, അതുപോലെ കരുതൽ എനിക്ക് വേണം മറ്റുള്ളവരെ. മനസ്സിലായില്ലേ? ഞാനൊന്നിലും ഇരയാവരുത്. എന്ത് പ്രശ്നം വന്നാലും കരുത്തോടെ അതിനെ നേരിടണം, മറ്റുള്ളവരോട് കരുതൽ കാണിക്കണം. ഇതല്ലേ വേണ്ടത്? ഇതിനുള്ളൊരു മനസ്സിനെ പാകപ്പെടുത്താനാണ് ആത്മീയത അല്ലെങ്കിൽ ഭക്തി എന്ന ബോധം വേണം. അല്ല ദൈവത്തിനോട് ഫേവർ ചോദിക്കുന്നതല്ല, മനസ്സിനെ, മനസ്സിലായില്ല? ദൈവത്തിൻ്റെ അടുത്ത് ഫേവർ ചോദിക്കുന്നതല്ല ഭക്തി, മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് ഭക്തി. അത് മനസ്സിലാക്കണം. ഈ വാക്കുകൾ മറക്കരുത്. ഇപ്പം നമ്മളിപ്പോൾ ദൈവത്തോട് ഫേവർ ചോദിക്കുന്നതാണ് ഭക്തി എന്നാണ്. അത് മാറ്റിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ മെച്ചൂർഡാക്കുക, അതിനെ സമചിത്തമാക്കുക. മനസ്സിലായില്ലേ? അതിനെ സ്ട്രോങ് ആക്കുക. അതാണ് ഭക്തി എന്ന് മനസ്സിലാക്കണം. അപ്പം അതിനെന്ത് വേണം? അതിന് കൃത്യമായ അനുഷ്ഠാനം കൊണ്ടു നടക്കണം. അതിനാണ് കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലിക്കണം. അതിലാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അല്ല പൂജാമുറിയിൽ തൊഴുതു പോകാനോ അമ്പലത്തിൽ തൊഴുതു പോകാനോ അല്ല. ഡെയിലി വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ കുട്ടികളെ ചൊല്ലിച്ചിരുന്നെങ്കിൽ ഈ നാമത്തിൻ്റെ അനുഷ്ഠാന ആവർത്തനം കൊണ്ട് അവരുടെ മെൻ്റൽ പവർ കൂടുമായിരുന്നു. ആരിലാണോ മെൻ്റൽ പവറുള്ളത് അവരിലാണ് ഈശ്വരാനുഗ്രഹം ഉള്ളത്. പലപ്പോഴും നമ്മൾ ഈശ്വരാനുഗ്രഹം എന്നുള്ള വാക്ക് തെറ്റി മനസ്സിലാക്കിയതാണ്. നമ്മൾ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ നമ്മളോട് ഫേവർ കാണിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം എന്നാണ്. അത് തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കിയൊക്കെ തെറ്റാണ്. നിങ്ങൾ ഗീതയിൽ 10-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകം എടുക്കുക. 10-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകം. അതാണ് ഗീതയൊക്കെ പഠിച്ചാലുള്ളൊരു ഗുണം. നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാവും. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. തേഷാം ആരാണോ പ്രീതിപൂർവകം ഭജതാം. അപ്പം നോക്കൂ, തൊഴുതു പോയാൽ പോരാ, ഒരു വഴിപാട് ചെയ്തു പോയാൽ പോരാ. എന്തു ചെയ്യണം? പ്രീതിയോടെ ഭജിക്കണം എന്നാണ്. പ്രീതിപൂർവകം ഭജതാം. അപ്പോൾ ഉത്തരവാദിത്വം നമുക്കാണ്. വെറുതെ അമ്പലത്തിൽ പോയി തൊഴുതാൽ പോരാ. എന്തു ചെയ്യണം? പ്രീതിയോടെ, പ്രീതി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നുള്ള അങ്ങനെയുള്ളൊരു പ്രീതിയുടെ കൂടെ പോയി തൊഴുന്ന നല്ലത്. പ്രീതിയോടെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഭാര്യയുടെ പേര് പ്രീതിയാണ്. ഭാര്യയുടെ കൂടെ അമ്പലത്തിൽ പോയോ ഞാൻ പ്രീതിയോട് കൂടിയിട്ടാണ് ഭജിക്കുന്നത് ഭഗവാനെ, അങ്ങനെയാണോ അർത്ഥം? അല്ല. ഇവിടെ പ്രീതിയോടുകൂടി ഭജിക്കുക പറഞ്ഞാൽ ചെയ്യുന്നതിൽ അത്രയും പ്രിയം വേണം, പ്രീതി വേണം, അതിൽ ഇൻവോൾവ്മെൻറ്റ് വേണം, അത്രയും ആസ്വദിക്കണം. അതല്ലേ പ്രീതി? അല്ലേ? ഒരു സന്തോഷത്തോടുകൂടി ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം? പ്രീതി. നിങ്ങൾ നോക്കി, അമ്പലത്തിൽ പോകുന്നവർക്ക് വല്ല പ്രീതി ഉണ്ടോ? അവിടെ പോയിട്ട് മുന്നിൽ നിൽക്കുന്നതിൻ്റെ പുറത്ത് കയറി തൊഴുക എന്നല്ലാതെ ഒരു സന്തോഷത്തോടെ ഭജിക്കുന്നവരെ നിങ്ങൾ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവണില്ലേ നിങ്ങളുടെ ചിരിയോ എന്താ നിങ്ങളുടെ വികാരം എന്നുള്ളത്. ഒരു സന്തോഷത്തോടെ ഇരുന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മുഖത്ത് പൊട്ടിച്ചിരി വേണമെന്നല്ല, ഉള്ളിൽ ഒരു കാര്യം ആസ്വദിച്ചുകൊണ്ട് ജപിക്കുന്നവരുടെ എണ്ണം പറയൂ വളരെ കുറവാണ്. അധികം ഈ തൊഴുതു പോകുന്ന അഭ്യാസം കാണിക്കുന്ന, മനസ്സിലായില്ലേ, ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതെങ്ങനെയോ നമ്മൾ ഹിന്ദുക്കളിൽ വഴിതെറ്റിച്ചു പോയി ആരോ. അതാരിനി വഴി നേരെയാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളങ്ങനെ വഴിതെറ്റിപ്പോയി. എന്ത്? തൊഴുതു പോകുന്നതാണ് ഭക്തി എന്നുള്ളത്. അതല്ല ഭക്തി. പ്രീതിപൂർവകം ഭജതാം. എന്താണ്? പ്രീതിയോടെ ഭജിക്കുന്നതാണ് ഭക്തി. ആ ശ്ലോകം നോക്കൂ നിങ്ങൾ. തേഷാം സതതയുക്താനാം
ഭജതാം പ്രീതിപൂർവകം, ഭജതാം പ്രീതിപൂർവകം, അത് അണ്ടർലൈൻ ചെയ്യുക. ഭജതാം പ്രീതിപൂർവകം, അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. പ്രീതിയോടുകൂടി ഭജിക്കുന്നതാണ് ഭക്തി. അപ്പം അങ്ങനെ ഭജിക്കുന്ന ആളുകൾക്ക് ദദാമി ബുദ്ധിയോഗം എന്നാണ്. ഞാൻ അവർക്ക് എന്തു കൊടുക്കും? ബുദ്ധിയോഗം. അപ്പോൾ ഇവിടെ ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ മനോബലം എന്നാണ് അർത്ഥം. എന്താണ്? അല്ലെങ്കിൽ വിവേക ബുദ്ധി എന്നർത്ഥം. ഇൻഡ്യൂറ്റീവ് ആയി, നേരത്തെ പറഞ്ഞില്ലേ, ഇൻ്റലിജൻസ് ആയി. ഇപ്പം എന്താ ഇൻ്റലിജൻസ് ആയി? വരാൻ പോകുന്നതിനെ മുൻകൂട്ടി കാണാൻ സാധിക്കുക. ഒരു അപകടം വന്നാൽ തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ളൊരു മനോബലമുള്ളവരായി തീരുക. അതേപോലെ മറ്റുള്ളവരെയും മുന്നിലേക്ക് നയിക്കാനുള്ള ഒരു കരുത്തുള്ളവരായി തീരുക. ഇങ്ങനെയുള്ളൊരു ബുദ്ധി കിട്ടാൻ, കഴിവ് കിട്ടാൻ, ശക്തി കിട്ടാൻ അതിന് തൊഴുതു പോയാൽ പോരാ. അതിനേത് വേണം? പ്രീതിപൂർവകം ഭജതാം. അതിന് നമ്മൾ ഹിന്ദുക്കൾ അത്ര പ്രാധാന്യം കൊടുത്തില്ല. ഏതിന്? 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 പ്രീതിപൂർവകം ഭജതാം. ഇതല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലേ? ഇതിനല്ലേ ഹിന്ദു സമൂഹം കൂടുതൽ ഒരു ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്, അല്ലേ? ആണോ അല്ലയോ? നമ്മൾ നോക്കൂ എത്രമാത്രം നമ്മുടെ ആത്മീയതയിൽ പുറകിലാണെന്ന്. ഈ കാരണവന്മാരൊക്കെ ചെയ്ത പണിയാണത്. അവരിതൊന്നും പഠിച്ചില്ല. അവർ വായും പൊളിച്ച് അമ്പലത്തിൽ പോയി പായസം വാങ്ങിച്ച് കഴിച്ച് പൊട്ട ഭക്തിയും കൊണ്ട് നടന്നു. അതുകൊണ്ട് തലമുറകളൊക്കെ വഴുതെറ്റിപ്പോയി. മുതിർന്നവരായിരുന്നു ഇതൊക്കെ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അവർ ഈ തൊഴുതുപോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു അന്ധത പഠിപ്പിച്ചു. അതിൽ നിന്ന് ക്രമേണ സമൂഹത്തെ പുറത്തേക്ക് കൊണ്ടുവരണം. കൃഷ്ണൻ പറയുന്ന രീതിയിലേക്ക് ഭക്തിയെ നമുക്ക് ആക്കിയെടുക്കണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പം അതുകൊണ്ട് ചിലതൊക്കെ പറയുമ്പോൾ ചിലർക്ക് വിഷമാവും. ചിലരുടെ വികാരം അന്ധത അത്ര ഉറച്ചവരോട്, ഇപ്പം അമ്പലത്തിലല്ല ദൈവം എന്ന് പറഞ്ഞാൽ ചിലർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം അവർ അന്ധത ഉറപ്പിച്ചു പോയി. അതത്ര അന്ധരായിപ്പോയി അവർ. അപ്പോൾ അവരോട് ഹൃദയത്തിലാണ് ദൈവം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നിൽക്കട്ടെ, നമ്മൾ ആ ഭാഗവതത്തിലെ 18-ാമത്തെ അധ്യായത്തിലെ 13-ാം ശ്ലോകം നിങ്ങൾ എടുത്തില്ലല്ലോ. എടുത്തോ? ഞാൻ എടുക്കാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. 5-ാം സ്കന്ധം 18-ാം അധ്യായം 13-ാം ശ്ലോകം എടുത്തു എല്ലാവരും? ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിനാം ആത്മാ ചഷാണാം ഇവ തോയമീപ്സിതം ഹിത്വാ മഹത്വം യഥാ വയസാദമ്പതീനാം. എന്താണ് ശ്ലോകം? അതല്ലേ ശ്ലോകം? ഞാൻ പറയുന്നതാണോ ശ്ലോകം? ഹരീഹി സാക്ഷാൽ ഭഗവാൻ ശരീരിനാം ആത്മാ ആണോ ശ്ലോകം? അതാണോ? ബുക്കുള്ളവർ നോക്കൂ. ഹരി ആരാണ് ഹരി? സാക്ഷാൽ ഭഗവാൻ ആണ് ഹരി. എവിടെയാണ് ആ ഭഗവാൻ? ശരീരിനാം ആത്മാ. ആരാണ്? ഒരു വിഗ്രഹത്തിലിരിക്കണു എന്നല്ല പഠിപ്പിക്കുന്നത്, അമ്പലത്തിലിരിക്കണു എന്നല്ല പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്? ശരീരിനാം ആത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാവരുടെയും അന്തരാത്മാവ് തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. ചഷാണാം ഇവ തോയമീപ്സിതം. ചഷം എന്നാൽ മത്സ്യം. മത്സ്യങ്ങൾക്ക് എപ്രകാരമാണോ തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പം മത്സ്യത്തിന് ജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഏത് ആവശ്യമാണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, അത്യന്താപേക്ഷിതമാണ്. ഏത് വേണം? വെള്ളം വേണം. എല്ലാവർക്കും അറിയാം. വെള്ളമില്ലെങ്കിൽ മത്സ്യത്തിനൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എപ്രകാരമാണോ മത്സ്യവും വെള്ളവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് മീൻസ് മത്സ്യത്തിന് ഇൻഡിവിജ്വലി അതിനൊരിക്കലും നിലനിൽക്കാൻ സാധ്യതയില്ല. ടോട്ടലി ഡിപ്പെൻഡൻ്റാണ്. ഇതുപോലെയാണ് നമ്മളിലെ ഞാൻ എന്ന ഭാവം, മനസ്സ്, അതിന് നിലനിൽക്കണമെങ്കിൽ ഭഗവാനെന്ന അനന്തബോധം വേണം. ഞാനെന്ന ഭാവം നിൽക്കുന്നത് ഭഗവാനെന്ന ബോധത്തിലാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു. എന്താണ്? ഞാനെന്ന ഭാവം നിൽക്കുന്നത് ഭഗവാനെന്ന ബോധത്തിലാണെന്ന് നമ്മൾ പഠിക്കണം. ഏതുപോലെ? മത്സ്യങ്ങൾക്ക് എപ്രകാരമോ വെള്ളം എന്നതുപോലെ. അനന്തമായ വെള്ളത്തിൽ മത്സ്യങ്ങൾ,
ഇതുപോലെ അനന്തബോധത്തിലാണ് ഞാനെന്ന ഭാവം ഇരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പം ഞാനെന്ന ഭാവത്തിന് നിലനിൽക്കണമെങ്കിൽ ഭഗവാനെന്ന അല്ലെ ഭഗവാനാകുന്ന ബോധം അത്യന്താപേക്ഷിതമാണ്, ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇത് നമ്മൾ ഹിന്ദുക്കൾ ആരും പഠിച്ചില്ല. അപ്പം ഞാനും ഭഗവാനും തമ്മിൽ അഭേദ്യമായൊരു റിലേഷൻഷിപ്പുണ്ട്. എനിക്ക് സ്വതന്ത്രമായി ഇവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. ഇപ്പം നോക്കൂ, നിങ്ങൾ അന്തരീക്ഷത്തിൽ വായുമണ്ഡലമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പണവും പ്രതാപവും ഉണ്ടായിട്ട് എന്ത് കാര്യം? പെട്ടെന്ന് അന്തരീക്ഷത്തിലെ വായുമണ്ഡലം പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്കറിയാലോ ആകാശത്തിൽ ശൂന്യാകാശം എന്നൊരു സംഭവം ഉണ്ടെന്ന്, ഇല്ലേ? ഇല്ലേ? അവിടെ എന്തില്ല? നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പം ഭൂമിയിൽ വായുവില്ല, ഇവിടെ ശൂന്യാകാശമായി. ഇപ്പം ഈ മഴയൊക്കെ പെയ്യുന്ന പോലെ, അപ്രതീക്ഷിതമായി ഏപ്രിലിൽ മഴ പെയ്യുന്ന ജൂൺ മാസത്തിലെ പോലെ, അല്ലേ? ഇനിയിപ്പോൾ ജൂൺ മാസം ഏപ്രിൽ മാസം പോലെയാവുക. ഇതുപോലെ ശൂന്യാകാശം മുഴുവൻ ഭൂമിയിലേക്ക് വരിക, ഭൂമിയിലെ വായു മുഴുവൻ ശൂന്യാകാശത്തിലേക്ക് പോവുക. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വായു ഇല്ലാത്തൊരവസ്ഥയിൽ ലോക്കറിൽ സ്വർണം കൊണ്ടുവച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു കാര്യമില്ല. ഞാനൊരിക്കലും ട്രിവാൻഡ്രത്ത് സപ്താഹം നടത്തണം. അപ്പോൾ ഒരാൾ വന്നു, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം, അതൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, സ്വാമിജി എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടെ നേപ്പാളിൽ പോയി ടൂറിന്. എല്ലാവരും ഹൈ ഒഫീഷ്യൽസാണ്, നല്ല ജോലിയുള്ളവരാണ്, ഫാമിലിയായിട്ട് പോയതാണ്. ഇവർ അവിടുത്തെ തണുപ്പ് ആസ്വദിക്കാൻ പോയതാണ്. പാവം, ഈ ഡിസംബർ മാസത്തിൽ അതോ ജനുവരിയിൽ എനിക്കറിയില്ല, പീക്ക് തണുപ്പ്. അപ്പോൾ അവിടെ ഗ്ലേസിയറൊക്കെ അതൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ താമസിച്ച റൂമിൽ ഇലക്ട്രിക്കൽ ഹീറ്റർ ഉണ്ടായിരുന്നില്ല, അതെന്തോ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ ഇവരോട് പറഞ്ഞു, ഹീറ്റർ പ്രൊവൈഡ് ചെയ്യാൻ എന്തോ സിസ്റ്റം കേടുവന്നിരിക്കുകയാണ്, നിങ്ങളൊരു ഹാളിൽ കിടന്നോളെന്ന്. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ഹാളിൽ കിടന്നു. അപ്പോൾ ഹാളിൽ കിടന്ന സമയത്ത് എന്നോട് സംസാരിക്കുന്ന ആളുടെ ഭാര്യയ്ക്ക് കുറച്ച് കോൾഡ് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞാൻ കിടക്കത്തില്ല, കാരണം എൻ്റെ കോൾഡ് മറ്റുള്ളവർക്ക് കിട്ടുന്നു. അപ്പോൾ ഭാര്യ ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ ഭാര്യയ്ക്ക് പേടി വേണ്ട വെച്ചിട്ട് ഭർത്താവും അവിടെ പോയി കിടന്നു. അപ്പോൾ രണ്ടുപേര് തണുപ്പ് സഹിച്ച് കിടന്നു, ബാക്കിയുള്ളവരൊക്കെ ഹാളിൽ കിടന്നു. ഇവരെന്താ വെച്ചാൽ ഗ്യാസ് സിലിണ്ടറിന് കണക്ഷൻ കൊടുത്തു. ഗ്യാസ് സിലിണ്ടർ അകത്ത് കൊണ്ടുവച്ചിട്ട് അതിന്ന് കണക്ഷൻ കൊടുത്തിട്ട് ഹീറ്റർ വർക്ക് ചെയ്യിച്ചു. അപ്പോൾ ഹീറ്റർ ഇങ്ങനെ ബേൺ ചെയ്ത് ആ അന്തരീക്ഷം ചൂടാവും. അത്ര സ്ക്രോച്ചിങ് തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ്. 3 ബ്ലാങ്കറ്റൊക്കെ ഇട്ടാലേ തണുപ്പിനെ നേരിടാൻ പറ്റുള്ളൂ. ഈ പാവങ്ങൾ നല്ല സുഖമായി കിടന്നു. ഇവരറിഞ്ഞില്ല, ഈ കുറേ കഴിഞ്ഞപ്പം ഹീറ്റർ എന്തോ കേടുവന്നിരുന്നു, അത് ഓഫായിപ്പോയി. പക്ഷെ ഗ്യാസ് പുറത്തേക്ക് ലീക്ക് ചെയ്തു. കാർബൺ മോണോക്സൈഡാണ്. ഇതങ്ങോട്ട് ശ്വസിച്ച് ഇവരുടെ ബ്ലഡിൽ ഓക്സിജൻ പോയി. അങ്ങനെ മരിച്ചുപോയി എല്ലാം. അവർ 6 or 7 പേര് എല്ലാം പോയി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആ അന്തരീക്ഷത്തിൽ അങ്ങനെ അവരറിയാതെ ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ കൂടി കാർബൺ മോണോക്സൈഡ് ഇതൊക്കെ കൂടി മിശ്രിതം ഉള്ളിൽ കയറി അവരത് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ എണീക്കാൻ കൈയൊക്കെ അങ്ങനെ ഉയർത്തിയവർക്ക് ഇങ്ങനെ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. എന്തോ പറയാൻ വേണ്ടിയിട്ട് വായൊക്കെ പൊളിച്ചവർ വായ പൊളിച്ചിട്ട് തന്നെയാണ് മരിച്ചത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ മനുഷ്യൻ രാവിലെ തുറന്നു നോക്കും, ഇവരെ മുറി തുറക്കുന്നില്ല, ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് എല്ലാം നിർജീവമായ ശവങ്ങൾ, കൊച്ചുകുട്ടികളടക്കം. ആ കുറ്റബോധം ഭയങ്കരമായിട്ട് അയാൾക്ക് ബാധിച്ചു. ടൂറ് പോയതാണ്. അപ്പം ഇതുപോലെ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, രാവിലെ എണീക്കുമ്പോൾ വായുമണ്ഡലം ഇല്ലെങ്കിൽ എന്താ മനുഷ്യൻ്റെ ഒരു അവസ്ഥ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്.
നമ്മുടെ ഒരു ധാരണ ഇതൊന്നും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതല്ല. മനസ്സിലായില്ലേ? വായു ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. ഉണ്ടോ? 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 ഇതുപോലെ പഠിക്കണം. ഭഗവാനില്ലെങ്കിൽ മനസ്സുമില്ല. അപ്പം എന്താണ് മനസ്സും ഭഗവാനും തമ്മിലുള്ള ബന്ധം? ഞാനെന്ന ഭാവം നിൽക്കുന്നത് ഭഗവാനെന്ന ബോധത്തിലാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണം. ഞാനെന്ന ഭാവം ആരിലായിരിക്കുന്നത്? ഭഗവാനെന്ന ബോധത്തിലാണ്. ഏതുപോലെ? പൂജ്യമുണ്ടെങ്കിലേ ഒന്നുള്ളൂ, പൂജ്യമില്ലെങ്കിൽ ഒന്നില്ല. അല്ലേ? ഒന്നെന്നൊരു ഫിഗറിന്, നമ്പറിന് വാല്യൂ ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പിൽ എന്തെഴുതണം? പൂജ്യം ഇടണം. ഇതുപോലെയാണ് ഞാൻ ഉണ്ടാവണമെങ്കിൽ എന്നെ ഉണർത്താൻ, എന്നെ നിലനിർത്താൻ ആര് വേണം? ഭഗവാൻ വേണം. അങ്ങനെയൊരു ഭഗവാൻ ഉള്ളിലാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചെടുക്കണം. ഏതുപോലെ? ചഷാണാം ഇവ തോയം. എന്തൊരു നല്ല എക്സാമ്പിളാണ് നോക്കൂ. മത്സ്യത്തിന് വെള്ളമെന്ന പോലെ മത്സ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ഏത് വേണം? വെള്ളം വേണം. ഇത്രയൊക്കെ ഉദാഹരണങ്ങൾ അതിഗംഭീരമായി ഭാഗവതത്തിൽ തന്നിട്ടുണ്ട്. പക്ഷെ ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കി കൊടുക്കുന്നില്ല. നിങ്ങൾ കുട്ടികളുടെ തലയിൽ തെറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. അമ്പലത്തിലാണ് ദൈവം എന്നുള്ളത്. അത് തെറ്റായൊരു അറിവാണ് കുട്ടികളിൽ കൊടുത്തത്. അമ്പലത്തിലല്ല ദൈവം. ദൈവം ബോധമാണ്. അത് ഞാനെന്ന ഭാവത്തിൻ്റെ ആശ്രയമാണ്, ഉറവിടമാണ്, അഭയമാണ്, ശക്തിയാണ്. മനസ്സിലായില്ലേ? ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. വേണ്ടേ? എപ്പോഴും ഭഗവാനെ എവിടെ തന്നെ കാണണം? എവിടെ തന്നെ കാണണം? എവിടെ കാണണം? സർവസ്യ ഹൃദി അഹം സന്നിവിഷ്ട. ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണ്. ഭഗവാനെ എവിടെ കാണാൻ പറയുന്നത്? ഗീതയിലൊക്കെ കൃഷ്ണൻ പറയുന്നത് എവിടെയാണ് കാണാൻ പറയുന്നത്? ആ ശ്ലോകങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. 13-ാം അധ്യായത്തിൽ 28-ാം ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ. 13-28. 13-28 പറയും, സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. കണ്ടു ശ്ലോകം? ഗീതയിൽ 13-28 ചിലപ്പോൾ 29 ഒരു ശ്ലോകം, അല്ലെങ്കിൽ 27 ചിലതിൽ ചില വേരിയേഷൻസ് ഉണ്ടാവും. അവിടെ ശ്ലോകം ഇതാണ്, സമം സർവേഷു ഭൂതേഷു. 27 അത് ഞാൻ പറഞ്ഞ, ചിലത് 28 ചിലത് 27 ചിന്മയ മിഷൻ്റെ പുസ്തകത്തിൽ 28 സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സമം. സമം എന്ന് പറഞ്ഞാൽ സമമായിട്ട്, തുല്യമായിട്ട്, കൂടുതലുമില്ല കുറവില്ല. നോക്കൂ, ഭഗവാൻ ആരിലും കുറവുമില്ല, ആരിലും കൂടുതലുമില്ല, സമം. സർവേഷു ഭൂതേഷു. എവിടെയാണ് സർവേഷു ഭൂതേഷു പറഞ്ഞാൽ? എല്ലാ ഭൂതങ്ങളുടെ ഷൂലും എന്നല്ല. സർവേഷു ഭൂതേഷു പറഞ്ഞാൽ സർവഭൂതങ്ങളിലും. തിഷ്ഠന്തം പരമേശ്വരം. ആര് തിഷ്ഠം? ആര് പ്രതിഷ്ഠിതം? ആര് വസിക്കുന്നു? തിഷ്ഠ എന്ന് പറഞ്ഞാൽ വസിക്കുന്നു. ആര് വസിക്കുന്നു? പരമേശ്വരൻ വസിക്കുന്നു. പരമേശ്വരൻ വസിക്കുന്നു. ഇനി പറയാണ്, ആ പരമേശ്വരനെ കാണണ്ടേ, അറിയണോ? എങ്കിൽ എങ്ങോട്ട് നോക്കണം? വിനശ്യസ്സു. വിനശ്യസ്സു എന്ന് പറഞ്ഞാൽ വിനാശം ഉള്ള ശരീരത്തിലേക്ക് നോക്കണം. എവിടേക്ക് നോക്കണം? ഭഗവാനെ അന്വേഷിച്ച് പുറത്തേക്കല്ല നോക്കേണ്ടത്. എവിടെയാണ്? വിനാശമുള്ള ഈ ശരീരത്തിൽ. ഭഗവാനാണെങ്കിലോ അവിനശ്യസ്സു. ഭഗവാന് വിനാശം ഇല്ല. ബോധം നശിക്കില്ല. ബോധത്തിനൊരിക്കലും നാശമില്ല. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനൊക്കെ ഇത്തിരി നല്ലവണ്ണം സാധന ചെയ്ത് ഉറപ്പിക്കണം. ഇപ്പം നമുക്ക് സൂക്ഷ്മമായതിനൊരിക്കലും നാശമില്ലെന്ന് പഠിക്കണം. ഇപ്പം ശ്വാസത്തെ ശ്രദ്ധിക്കും. ഇപ്പം ശ്വാസം നശിക്കുന്നില്ല.
നമ്മളിപ്പോൾ ശ്വസിച്ചു കഴിഞ്ഞാൽ അത് അന്തരീക്ഷത്തിലേക്ക് ചേരുകയാണ്. നശിക്കുന്നുണ്ടോ? ഇപ്പം നമ്മുടെ ഉള്ളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോയി. അത് നശിക്കുകയാണോ അന്തരീക്ഷത്തിലേക്ക് ചേരുകയാണോ? ശ്വസിക്കുന്ന വായു അന്തരീക്ഷത്തിലേക്ക് ചേരുന്നു അല്ലേ? വീണ്ടും ചെടികൾ അതിനെ വലിച്ചെടുത്ത് ഓക്സിജനായി നമുക്ക് തരുന്നു. അപ്പോൾ എവിടെ വായു നശിച്ചിട്ടുള്ളത്? വായു നശിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ള ജലം, ഇതിപ്പോൾ മരിച്ചു പോയാൽ തന്നെ ഈ ശരീരം മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് ഇവാപ്രേറ്റ് ചെയ്യും. ഒന്നും നശിക്കുകയല്ല, ഒന്നും നശിപ്പിക്കുന്നില്ല വാസ്തവത്തിൽ. ഇതുപോലെയാണ് ചിന്തകൾക്കും നാശമില്ല. കാരണം സൂക്ഷ്മമായതൊന്നും നശിക്കില്ല, സൂക്ഷ്മമായതിനൊരിക്കലും എന്തില്ല, നാശമില്ല. അപ്പോൾ ബോധത്തിനും എന്തില്ല, നാശമില്ല, സൂക്ഷ്മമാണ്. ഇപ്പം നാശമില്ലാത്ത ആ ഭഗവാനെ ഈ നാശമുള്ള ശരീരത്തിൽ യപശ്യതി സപശ്യതി, ആര് കാണുന്നുവോ അവരാണ് ഈശ്വരനെ കാണുന്നത്. അപ്പം ഈശ്വരനെ കാണാൻ എങ്ങോട്ട് തന്നെ നോക്കണം എന്നാണ് പറയുന്നത്. ആരാണോ നാശമുള്ള ഈ ശരീരത്തിൽ നാശമില്ലാത്ത ഭഗവാനെ കാണാൻ പരിശ്രമിക്കുന്നത്, അവർക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ടാണോ ഭഗവാനെ കാണാൻ പറഞ്ഞത്? വിഗ്രഹത്തിലാണോ കാണാൻ പറഞ്ഞത്? എവിടെ കാണാൻ പറഞ്ഞത്? ഇതൊക്കെ ആരാ ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആരാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിലേ വഴിതെറ്റിച്ച് നമ്മൾ ദൈവം അമ്പലത്തിലാണെന്ന് പറഞ്ഞു. നമ്മളത് തെറ്റല്ലേ പറഞ്ഞു കൊടുത്തത്? ആണോ? അമ്പലത്തിലാണോ ദൈവത്തെ കാണാൻ പറഞ്ഞത്? പറയൂ, എവിടെ കാണാൻ പറയുന്നത്? നാശമുള്ള ഈ ശരീരത്തിൽ നാശമില്ലാത്ത അവിനാശിയായിരിക്കുന്ന ആ ബോധത്തെ ഈശ്വരനായി ആര് കാണുന്നു അവരാണ് ഈശ്വരനെ കാണുന്നത്.